ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ്, ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഈ ഒരു വീഡിയോയ്ക്ക് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയണം. നമ്മുടെ ചാനൽ ഒരു വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ മോർ ദാൻ 1 ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു പ്രചോദനം തരാൻ വേണ്ടി ടോട്ടൽ ടേൺ ഓവർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ടേൺ ഓവറാണ് ഉണ്ടായിട്ടുള്ളത്, ഇത് ഞാൻ ഭയങ്കര പ്രദർശനം കാണിച്ചിട്ട് എൻ്റെ ചാനലിൽ നിന്ന് മാത്രമായിരിക്കില്ല അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവുക, പല ആൾക്കാരുടെ ചാനലിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ വലുതാണെന്ന് മാത്രം ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ മറ്റുള്ള എല്ലാ ചാനൽസും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ എടുക്കണം. നിങ്ങൾക്ക് ഏത് ചാനലിൽ നിന്നാണോ നിങ്ങൾക്ക് വേണ്ട നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അത് മാത്രം നിങ്ങൾ എടുക്കുക. അവിടെ നിന്ന് വല്ല ചീത്തയുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കാതിരിക്കുക. അതിനിപ്പോൾ മലയാളം ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴ് ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദി ചാനലായിക്കോട്ടെ, ഇംഗ്ലീഷ് ചാനലായിക്കോട്ടെ, ഏതൊരു ചാനലായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്, നിങ്ങളാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചാനലിൽ നിന്നും എടുക്കുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് പൈസയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് പൈസ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ക്രെഡിറ്റ് ഞാനല്ലെങ്കിലും നമുക്കൊരു 10% ഞാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു നിമിത്തമായ കാരണമാണ് അവർക്ക് ആ ഒരു പൈസ കിട്ടി എന്നുള്ളൊരു കാര്യം കൊടുത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ഇയറിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് നമ്മുടെ ചാനൽ വഴിയൊക്കെ കിട്ടിയത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ആൾമോസ്റ്റ് തന്നെ ഇപ്പോൾ 201 വോട്ട്സ് ഉണ്ട്. ഞാനൊരു 201 വോട്ട്സിൻ്റെ ഒന്നും ഇപ്പോൾ വരെ കണക്കാക്കിയിട്ടില്ല. ഞാനൊരു 199 വോട്ട്സ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ 2 വോട്ട്സ് വീണ്ടും കയറിയതാണ്. അപ്പോൾ $20, $50, $100, $500, $1000 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർക്ക് അതിലേക്കാളും കുറവ് ഡോളർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ റീസെൻ്റ്ലി ജോയിൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ജോയിൻ ആയിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? റിയാലിറ്റി പറയുകയാണെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. എന്താ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ നേരെ മാർക്കം ചെയ്യാതെ, ഇല്ലെങ്കിൽ എന്താണ് അവൻ്റെ ഒരു നിമിത്തം, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു സമയം കൊണ്ടൊക്കെ ചില പ്രൊജക്റ്റുകൾ മാത്രം ചെയ്തിട്ട് ആ പ്രൊജക്റ്റിൽ നിന്നൊക്കെ ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, തെറ്റ് പറയുന്നില്ല. നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ എന്താണ് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് കാണുക. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോഫിറ്റ് കാർഡ് കാണുമ്പം നമുക്ക് ഇങ്ങനെയും പൈസ സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ള ആൾക്കാരൊക്കെ, നമുക്ക് ഈ ഒരു ഫീൽഡിൽ വരാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മനസ്സിലാവും, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഫ്രണ്ടിന് നിങ്ങൾ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, നമുക്കിതിൽ പൈസ ഒന്നും കൊടുക്കേണ്ട, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. നമ്മുടെ വീടൊക്കെ ടൗണിൻ്റെ അടുത്തൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോട്ട്സ് ഞാൻ 199 വോട്ട്സ് ഇവിടെ കാൽക്കുലേറ്റ് ഇല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് കാർഡ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഈ ഒരു പ്രോഫിറ്റ് കാർഡ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത്ഭുതമൊക്കെ തോന്നാം, ഇത്രത്തോളമൊക്കെ ആയോന്ന്. തീർച്ചയായിട്ടും ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 200 ആൾക്കാരുടെ പ്രോഫിറ്റ് കാർഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ കണക്കാക്കിയിട്ടുള്ളത് 199 വോട്ട്സിൻ്റെയാണ്. $20 വെച്ചിട്ട് 47% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 94 എന്താണ് നമ്പർ ഓഫ് വോട്ട്സ് ആണ് ഈ ഒരു $20 ശതമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ $50 26 വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. $100 32 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. $500 $14 ഇട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, $500 14 പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് എന്നൊക്കെ ഇങ്ങനെ ഒരു പൈസയും മുടക്കാതെ തന്നെ ചിലൊരു പൈസ മുടക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഈ ഒരു $500 എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ചെറിയ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്തൊരു കാര്യങ്ങളാണ്. അതേപോലെ തന്നെ $1000 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് 34 ആൾക്കാരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലിൽ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് കോണയൊക്കെ അടിക്കാറുണ്ട്. അവർക്ക് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, പറ്റിച്ചില്ല, അങ്ങനെയുള്ള കാര്യം. ഒരിക്കലും എല്ലാവർക്കും പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. നമുക്ക് ലെക്ക് വഴിയാണ് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടാവാം, എന്താണ് തീർച്ചയായിട്ടും തെറ്റുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഞാനും മനുഷ്യനാണ്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്രിപ്റ്റോയിലൊക്കെ എല്ലാം 100% അറിഞ്ഞിരിക്കുന്ന ഒരാളൊന്നും ആരും ഉണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൻ്റെ കമ്പനികൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ചില പ്രോഡക്റ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല, ഇല്ലാത്തതിൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് ഇതുവരെയ്ക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് $47,380 നമ്മുടെ ഒരു വർഷത്തെ ചാനലിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ. $47,380 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ മണിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ വളരെ വലിയൊരു പ്രോഫിറ്റാണ് ഈ ഒരു കാര്യം. 47,360 ഇൻറ്റു നമുക്കിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി എന്തെടുക്കാം, ഒരു 85 ഇല്ലെങ്കിൽ 86 എടുക്കാം. അപ്പോൾ 86 എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ 40,25,600 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം എൻ്റെ ചാനൽ വഴിയാണോ? തീർച്ചയായിട്ടും
ആയിരിക്കില്ല ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാതി, അങ്ങനെ പാതി എടുക്കുകയാണ്, മേ ബി ആ ഭാഗമൊക്കെ പോവുള്ളൂ. അങ്ങനെ പാതി എടുത്താൽ കൂടി 20 ലക്ഷമാണ് നമ്മുടെ ചാനലിൽ 1 ഇയറിൽ ഒരു 2000 പേരുള്ള ടെലിഗ്രാം ചാനലിലും, അതേപോലെ തന്നെ 1300 പേരുള്ള ഒരു ഗ്രൂപ്പിലും, അതേപോലെ തന്നെ 6000 പേരുള്ള ഒരു യൂട്യൂബ് ചാനലിലും ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും പൈസ സമ്പാദിക്കാൻ പറ്റും. നമുക്ക് എന്താണ്, നമ്മൾ സ്മാർട്ടായി, നമ്മൾ എന്താണ് നമ്മുടെ അച്ഛനമ്മമാരെ പോലെ ആ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നല്ലൊരു ജോലി ഉണ്ടെങ്കിലും നമുക്കൊരു സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും ചോദിക്കുന്നില്ല, നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ റീസെൻ്റ് കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഇനിയുള്ള പ്രൊജക്റ്റുകൾക്ക് കൈറ്റോ അപ്പേഴ്സിനല്ലേ പോവുക, ബൈനാൻസ് ആൽഫയിലല്ലേ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊന്നുമില്ല. കൈറ്റോ അപ്പേഴ്സിലൊക്കെ നമുക്ക് ലെഗ് വൈസ് മാത്രം പ്രോഫിറ്റ് കിട്ടുള്ളൂ. ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൽ നിങ്ങൾ എലിജിബിൾ ആയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 100 രൂപയായാലും 200 രൂപയായാലും 300 രൂപയായാലും 500 രൂപയായാലും 1000 രൂപയായാലും 1 ലക്ഷം ആയാലും നിങ്ങൾക്ക് എന്താണ് ആ പൈസ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൈറ്റോ അപ്പേഴ്സിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്നത്, നമ്മളിങ്ങനെ 100 പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു 10 എണ്ണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് പുതിയൊരാൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു 40 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ തള്ളുക എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വോട്ടിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നുണ പറയേണ്ട ആവശ്യം? നമുക്ക് എന്താണ്, എനിക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താണ് ഇതൊന്ന് വിശ്വസോ, ഇത് എന്ത് ക്രിപ്റ്റോ എയർ ഡ്രോപ്പോ, ഇതെന്താണിത്, എനിക്കൊന്നും കിട്ടില്ല, ഇതൊന്നും മനസ്സിലാവില്ല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈം അവർക്ക് പൈസ കിട്ടിയെന്ന് വെച്ച് പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. മേ ബി ഒരു യൂട്യൂബ് ഇങ്ങനെയുള്ള ചാനലൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രിപ്റ്റോ എയർ ഡ്രോപ്പിനൊക്കെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് വരികയല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചാനലിലൊക്കെ ഞാൻ കൂടുതലും കിട്ടിയ ഒരു കമൻറ്റ് ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞാൽ, ബ്രോ പറഞ്ഞു തരുന്നത് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ മോസ്റ്റ്ലി എക്സാമ്പിളൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അത് കാരണമായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുക. മേ ബി പിന്നെ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ഞാൻ ഭയങ്കര അഹങ്കാരി എന്നാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അതാണ് കുഴപ്പം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറയാൻ അറിയില്ല. ഞാൻ ഇന്ന് പറഞ്ഞത് നാളെ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുഖത്ത് വെച്ച് സംസാരിക്കാനും എനിക്കറിയില്ല. ഇതിനേക്കാളും ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് എന്നൊക്കെ നമുക്ക് ഒന്നും കിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും തീരെ വിഷമിക്കരുത്. ഇതൊന്നും ഒരു കാര്യമല്ല, ഇത് പൈസൻ്റെ കാര്യമാണ്. പൈസയൊന്നും ശരിക്കും നമുക്കൊരു മെയിൻ തിങ് അല്ല. പക്ഷേ പൈസ ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പൈസനേക്കാളും നമുക്ക് ഇതൊരു വലിയ ഇമോഷണൽ ആയിട്ടൊന്നും എടുക്കരുത്. ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആയാലോ ഇമോഷണൽ ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് എന്താണ് ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ 100-ലധികം 1000-ലധികം ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെയുള്ള പ്രൊജക്റ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികൾ ഇതിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൂട്ടുകാരന് ആരിനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഒരു വർഷമൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്കിത് ഫ്യൂച്ചറിൽ ഇങ്ങനെ പോകാം. അതേപോലെ തന്നെ എന്നെ കൊണ്ടിടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. തമിഴ് ചാനലിൽ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ നീഡ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും നമ്മുടെ ചാനലിന് മുമ്പുള്ള വളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിനുപരി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.